വെൽക്കം ടു അനി ഡ്രീംസ് ചാനൽ. ഇപ്പം നമുക്ക് നല്ല ഫിഷ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇത് നമ്മളൊന്ന് കറി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇന്ന് താഴെ നല്ല പരിപാടിയാണ് ഗൈസ്. പെയിൻറ്റിങ് പണിയൊക്കെ നടക്കുന്നത് താഴത്തെ നിലയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇവിടേക്കൊന്ന് പെയിൻറ്റ് അടിക്കാൻ. അപ്പോൾ പണിക്കാർക്കൊക്കെ ചായയൊക്കെ വെച്ച് കൊടുത്താണ് ഗൈസ് ഞാൻ ഈ മീൻ കറി വെക്കാൻ വന്നിരിക്കുന്നത്. മീൻ കറിയൊക്കെ ഒന്ന് വെച്ചിട്ട് വേണം താഴെ അതൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ ഒന്ന് തുടച്ച് മാറ്റാൻ പോകണം. അതൊക്കെ പണിയാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ കല്ലിൽ ചതച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് കല്ലിൽ പേസ്റ്റ് ആക്കണക്കാട്ട് കല്ലിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കല്ലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ നമുക്ക് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എല്ലാം തുടച്ച് വിടുകയാണെങ്കിൽ നമുക്കത് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം തുടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വാളംപുളി ഒഴിച്ചിട്ടുള്ള ഒരു കറിയായിരുന്നു. ഇത് നമ്മൾ കുടംപുളി ഇട്ടിട്ടാണ് വയ്ക്കാൻ പോണേ. വറ്റിച്ചാണ് എടുക്കാൻ പോണേ കേട്ടോ ഈ ഫിഷ് കറി. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കാം. ഈ തലയും വാലും കുറച്ച് മീനിട്ട് നമുക്ക് കറി വയ്ക്കാം. ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓണം 2-3 ദിവസമല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഫിഷ് എടുത്ത് നമുക്ക് കറി വെച്ച് ഫ്രൈ ചെയ്താന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. നല്ല കണ്ടില്ലേ, നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ നമുക്ക് ഏതായാലും കറി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി കറി വയ്ക്കാൻ നോക്കാം. മീൻ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. ഇനി അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. എനിക്കാണെങ്കിൽ അപ്പം കയ്യോടെ കഴുകി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ. അപ്പോൾ അങ്ങനെ മീൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. നല്ല ഫ്രഷ് മീനാണ് കണ്ടില്ലേ. കറി വയ്ക്കാം. അപ്പോൾ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സബോള 2 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലാം അടുത്ത് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് കറി വയ്ക്കാൻ. ഇനി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഫോണൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അടുത്ത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ ക്ലിയർ ഇല്ല. അപ്പോൾ ബാക്ക് ക്യാമറയിൽ ഇങ്ങനെ വെച്ച് എടുക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ഇതുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട്. അപ്പോൾ അതാണ് എല്ലാം റെഡിയാക്കിയിട്ട് വന്നത് ഗൈസ്. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം കടുകാണ് ഇട്ട് കൊടുക്കേണ്ടത്. പെട്ടെന്ന് ഉലുവ ഇട്ട് പോയി. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുത്ത ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഒന്ന് മാറി വരണം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കറി ഓരോ രീതിയിലാണല്ലോ ഗൈസ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ആക്കിയത്, അല്ലെങ്കിൽ ബോറടിക്കും. അപ്പോൾ ഇതേതായാലും വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചെടുത്താണ് ഗൈസ്. അപ്പം അങ്ങനെ സബോള ഇട്ട് കൊടുത്തു. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് മിക്സാക്കിയിട്ട് നമ്മൾ വറുത്തെടുക്കണം. അതിനുശേഷം പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ടീസ്പൂൺ മതിയാവും. നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുടംപുളി ഇട്ടല്ല വെക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ 1.5 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ഉപ്പിളാണ് ഗൈസ് പൊടിപ്പിച്ചത്, മല്ലിമുളകും. അപ്പോൾ ഓണമൊക്കെ അടുത്തായില്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ സദ്യയൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഏതായാലും ആദ്യം തന്നെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ പുറത്തു നിന്നായിരിക്കും കേട്ടോ. ഓണത്തിന് പുറത്ത് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവർ വന്നാൽ നമ്മളിനി പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരണം. അപ്പോൾ ഓണത്തിന് ഏതായാലും ഒരു യാത്ര ഉണ്ടാവും. അപ്പോൾ എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ മസാല ഒക്കെ നല്ല വറുത്തിട്ട് കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഇതൊന്ന് തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം.
ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പാകത്തിന്. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്താം. അപ്പോൾ പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് കറി തിളച്ചതും ആദ്യം ഞാൻ മീനിൻ്റെ തലയാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒരു തിള വന്നത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ വറുക്കാനുള്ള മീൻ കുറച്ച് മസാലയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോഴത്തേക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കുമല്ലോ, എരിവൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. കറിയും തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കണം. സൺഡേ സ്പെഷ്യലായിട്ട് ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് ഫ്രൈയും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ ഇന്നത്തെ ഉച്ചത്തെ ലഞ്ചിനുള്ള പരിപാടി കഴിയും ഗൈസ്. അപ്പോൾ ഇനി താഴെ പോയിട്ട് പെയിൻറ്റിങ് പണി നടക്കുന്ന കാരണം നമുക്ക് ഇനി ഭയങ്കര തിരക്കാണ് ഇനി 2-3 ദിവസത്തേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ശേഷമാണ് മേലിലൊക്കെ ഒന്ന് പെയിൻറ്റ് അടിക്കാൻ. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അട്ടപ്പാടിയിൽ. ഇപ്പോൾ മഴ കുറവുണ്ട്. ഒരാഴ്ചയായിട്ട് മഴയില്ല. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ പുറത്തും എല്ലാ സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയാണെന്നാണ് പറഞ്ഞത്. പാലക്കാട് ഭാഗത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ഓണം നല്ല മഴയോടെ ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഓണാശംസകൾ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇതുപോലെ നമ്മൾ ഇളക്കി വെക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണത്. ഫിഷ് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു വശം മറിച്ചിടാണ് കേട്ടോ. ഒരു വശത്ത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശത്തും കൂടെ മറിച്ചിട്ട് ശേഷം കോരി എടുക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഫിഷ് കറി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അറിയാത്തവരുണ്ടാവും, അവർക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ അറിഞ്ഞവർ ഇതേപോലെ വെച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ പണിക്കാർ കൊണ്ടേ കൊടുത്തിട്ട് വന്നു ഗൈസ്. കുടിക്കാനുള്ള വെള്ളം കഴിഞ്ഞിരുന്നു. അപ്പോൾ മഴ വേറെ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാതിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. മഴ വന്നാലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അട്ടപ്പാടി വ്യൂ പോയിൻ്റൊക്കെ വീഡിയോ ആക്കി ഇട്ടിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടിരുന്നു. സ്ഥലങ്ങളൊക്കെ കാണാത്ത സ്ഥലങ്ങളാണ്, കാണുമ്പോൾ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ എങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇതുപോലെ വീഡിയോ ആണെങ്കിൽ ഞാൻ ഇടാവുന്നതാണ് സ്ഥലങ്ങളെ പറ്റി. അപ്പോൾ അതും കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് വേറൊരു വീഡിയോ വെച്ച് കാണാം. താങ്ക് യു.